ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമർ മാസ്റ്റർ വൈറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് GTA 5 സോംബി അപ്പോകലിപ്സ് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, നമ്മുടെ ചാനലിൽ ഉണ്ട്. വേണമെങ്കിൽ ബയോയിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ചിലപ്പോൾ കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അത് പോയി കാണുക, എന്നിട്ട് ഇത് കാണുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാൻ ഇവിടേക്ക് എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഡ്രൈവറേനെയും കൂട്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ എൻ്റെ വിശപ്പൊക്കെ കൂടുതലാണ്. വിശപ്പ് ഇനിയിപ്പം വരുമോയെന്ന് അറിയത്തില്ല. ഞാൻ കഴിച്ചിട്ട് കുറേ ആയി. പിന്നെ ഒരു സോംബീനെ കൊന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന്, അവൻ്റെ പോക്കറ്റിനകത്തുനിന്ന് അവൻ മനുഷ്യനായിരുന്നപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന 2 ക്യാൻഡി കിട്ടി. അത് കഴിച്ചപ്പോഴാണ് വിശപ്പ്. 2 ക്യാൻഡി കഴിച്ചപ്പോഴത്തേക്ക് ഡ്രൈവറിൻ്റെ വിശപ്പ് പടപടാന്ന് പറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. എന്ത് ക്യാൻഡിയാണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒന്ന് നാട്ടിലും ഇമ്പോർട്ട് ചെയ്യണം. എല്ലാമാരിയാ തള്ളിൻ്റെ ആശാനാണ് GTA 5. ഞാൻ ഇങ്ങനത്തെ ഒരു മോഡൊക്കെ കയറ്റി എത്ര കഷ്ടപ്പെട്ടാണ് ഗൈസ് അപ്ലോഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാനുണ്ട് ഇതിൽ. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമാണ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്ന എന്നോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ പാടില്ല. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോസ് ആൻഡോസ് സിറ്റി മുഴുവൻ സോംബി അപ്പോകലിപ്സ് പെട്ടെന്ന് കഴിച്ചാണ്. നമുക്ക് നേരെ വിഷ്വൽസിലോട്ട് പോകാം എന്ന് പറഞ്ഞ് ന്യൂസുകാരിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ അമ്മരെ തല്ലി ഓടിക്കും. അല്ല, അത് എത്ര കഷ്ടപ്പെട്ടാണ് അറിയാം ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചത്. എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല സ്പോട്ട് ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. അവന്മാരില്ല ആളാണ്. ഞാൻ ആർക്കും വിട്ടു കൊടുക്കത്തൊന്നുമില്ല. ന്യൂസുകാർ വന്നേക്കണം. അവന്മാരെ തല്ലി ഓടിക്കും ഞാൻ. എൻ്റെ സ്ഥലം കൈയെടുക്കാനെങ്ങാനും ആരെങ്കിലും ന്യൂസുകാരെന്നല്ല ആരും വന്നാലും ശരി. അമ്പോ, ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ സീന ഒപ്പന ആദ്യം അടിച്ചിടാം, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എന്നാ പിന്നെ അല്ല, ഇറങ്ങണ പോലെ ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എത്തത്തില്ല. ഒരു ട്രിക്ക് ഉണ്ട്. എൻ്റെ അടുത്ത കളി. നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. ഓ, സോംബി 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 ഇപ്പുറത്തൂടെ പോവാം. യേസ്, നമ്മളിപ്പോൾ എന്താണെന്നറിയത്തില്ല, എവിടെയോ ഏതോ എങ്ങനെയോ ഉള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനും എൻ്റെ ബൈക്കും എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളും മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി എല്ലാവരും സോംബികളായി മാറി. എന്തിന്, ഈ കാറ് വരെ സോംബി ലുക്കിലായി മാറിയിട്ടുണ്ട്. എല്ലാ കാറുകളും റോഡിലെങ്ങനെ നല്ല കാറ് കണ്ടിരുന്നെങ്കിൽ അതെടുത്തു പോകായിരുന്നു. ബൈക്കിൽ പോകുന്നത് സേഫ് അല്ല. അതൊക്കെ പൊട്ടിത്തെറിച്ച കാറുകളാണ്. സോംബി അപ്പോകലിപ്സ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് 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 പൊട്ടിത്തെറിക്കുന്ന കാറുകൾ ഉണ്ടാവില്ലേ, അങ്ങനെ പൊട്ടിത്തെറിച്ചതാണ്. നമ്മൾ ഈ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ. അങ്ങനെയുള്ള കുറേ ഫിലിംസ് ഉണ്ട്. ആൾ ഓഫീസർ ഡെഡൊക്കെ അതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, നമുക്ക് ഇതിലൂടെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതിലൂടെ പോയി നോക്കാം കേട്ടോ. എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റിയ വഴിയാണെന്നെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വേട്ടാവളേൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കഴിച്ചിലായി പോയാനായി. നമ്മൾ എത്രയെന്ന് വെച്ചിട്ടാണ് അങ്ങനെ നിൽക്കണ്ടേ. ബൈ ഇങ്ങോട്ട് വന്നാൽ തല്ലിക്കൊല്ലും ഞാൻ. വെടി വെക്കേണ്ട കേസ്. വെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് മതിയാവും അവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ. അപ്പുറത്ത് സോംബീസ് ഇല്ല. നമുക്ക് മാപ്പ് എടുത്തിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഇത് സൗത്ത്, ഇത് അങ്ങോട്ട് നോർത്ത്. നമ്മുടെ കാറുകൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഈ സൈഡ് വെസ്റ്റ്. അപ്പോൾ ആൾമോസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്. ഓക്കെ, പോവാട്ടോ. നമുക്ക് ഞാൻ സ്ഥലം പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. സ്ഥലം നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. സോംബീസ് ചുറ്റിലും ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല. ഇതിലൂടെ ചാടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഓ, ഇവന്മാരത് ഇതിലൊക്കെ ചെറിയ സോംബികളാണ്. ഇവന്മാരൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവന്മാരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് അല്ലാത്ത പാർട്ടീസാണ്. കാരണം ഇതിലേക്ക് ഓടാനൊന്നും കഴിയില്ല. പക്ഷെ ചിലതുണ്ട്, ചിലത് ഇങ്ങോട്ട് പാഞ്ഞ് വരിക ചെയ്യുക.
നമ്മൾ മൈൻക്രാഫ്റ്റിലൊക്കെ കാണുന്ന പോലെ. മൈൻക്രാഫ്റ്റിൽ വലിയ വലിയ സോംബീസ് പതുക്കിയാണ് വരിക, ചെറുതോ പറയണ്ട, നമുക്ക് അതിന് തല്ലാൻ പോലും കഴിയില്ല. അമ്മാരി ഇതാണത്. ഇതെന്താ വായുവിലെടുക്കുന്ന ഡസ്റ്റ്ബിന്ന് ബൈക്ക്. ഓക്കെ, ഗായ്സ് ഞാനിപ്പോൾ ഏകദേശം നമ്മളൊരു പോയിന്റ് ഇട്ട് എടുത്തെത്താനായിട്ടുണ്ട്. ബാക്കിലുണ്ട് കേട്ടോ, ബാക്കിലൊരു പട തന്നെയുണ്ട്. ഇവിടെ ഒരു കലവടം ഉണ്ട്, പക്ഷെ നമ്മളെ കണ്ടില്ല. നമ്മൾ അതിവിദഗ്ധമായി അവൻ്റെ കയ്യിൽ നിന്നും എസ്കേപ്പ് ആയി. അപ്പോൾ ഞാൻ ഇതിലൂടെ പോവാം. നമുക്ക് സോംബീസിൻ്റെ മുമ്പിൽ കൂടെ തന്നെ പോകാം. കാരണം എനിക്ക് ഈ റിസ്ക് എടുക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. ഈ സൈഡിലോട്ട് പോവാം. ഞാൻ പോയിന്റ് ഇട്ട സ്ഥലത്തൊക്കെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എത്തിയപ്പോൾ അവിടെ കയറാൻ സ്റ്റെപ്പില്ല, മണ്ടനായ ഞാനാ. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ എനിക്ക് അറിയുന്ന ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഏതാ വെച്ചാൽ ഇവിടെ ഒരു ഗേറ്റ്, അതായി ഗേറ്റ്. ഈ ഗേറ്റ് കടന്നിട്ട് ഇതിൻ്റെ അപ്പുറത്ത് സോംബീസ് ഉണ്ടാവാൻ സാധ്യത ഭയങ്കര കുറവാണ്. ഓക്കെ, ഇവിടെ സോംബീസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവേണ്ടി വരും. എന്നെ കൊണ്ട് എസ്കേപ്പ് ആയിപ്പിക്കല്ല ഗൈസ്. അതാ ഒന്നല്ല, കുറേ ഉണ്ട്. ഒന്നൊന്നും നമുക്കൊരു വിഷയമല്ല, ഒന്ന് നമുക്ക് അടിച്ചിടാനേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ വലിയൊരു സ്നൈപ്പർ ഉണ്ട്. പക്ഷെ ഒന്നല്ല, ഒന്നിലേറെയുണ്ട്. എന്തിൻ്റെ കേടാ ഇവന്മാർക്കൊക്കെ. ഞാൻ ഇവന്മാരെ എന്ത് ചെയ്തിട്ടാണാവോ. ഇവന്മാരെയൊക്കെ കുത്തി GTA 5 കയറ്റി. നിങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് എന്നെ പിടിക്കാൻ പറ്റില്ല ഗൈസ്, എന്നെ പിടിക്കാൻ പറ്റില്ല. ഞാൻ അമ്മായി സാധനമാണ്. എൻ്റെ അടുത്തോട്ടെങ്ങാനും വന്ന ഇവന്മാരെയൊക്കെ തല്ലി അടിച്ച് ഊഫാനൊക്കെ ഞാൻ നമുക്ക് വേഗം പോവാട്ടോ. ഇവിടെ നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ സീനാവും. ഓക്കെ, ഞാനിപ്പോൾ കപ്പലിൽ സാധനങ്ങൾ കയറ്റി വയ്ക്കുന്ന സ്ഥലമില്ല, എന്തിനു പറയുക, പേര് ഞാൻ മറന്നുപോയി. ആ ഏരിയയിലെത്തിയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ മുഴുവൻ കപ്പലിൽ കയറ്റി അയക്കാനുള്ളതാണ്. കപ്പൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറി പോകാം. പക്ഷെ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ്. കണ്ടോ, ബാക്ക് സൈഡിലൊക്കെ സോംബീസ് ഉണ്ട്. ആ സൈഡിലുണ്ട്, കണ്ട പോണണ്ട. പക്ഷെ നമ്മളിങ്ങനെ മുമ്പിലും ഉണ്ട് സോംബീസ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. നമുക്ക് എങ്ങനെയും ഇവിടുന്ന് കപ്പൽ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി അങ്ങ് പോവാം. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന പരിപാടിയില്ല. ഒരു കപ്പലുണ്ട് കേട്ടോ, കണ്ടോ സൈഡിൽ കപ്പലുണ്ടോ. കപ്പൽ കുറേ കണ്ടെയ്നറും ഉണ്ട്, പക്ഷെ കപ്പൽ പോവില്ല. ഈ കപ്പൽ സ്ഥിരമായി അവിടെ ഉള്ള കപ്പലാണ്, അതൊരിക്കലും പോവില്ല. ഞാനത് എത്രയോ തനക്കാൻ നോക്കിയിട്ടുള്ളതാണ് GTA 5. ഇവിടെ ഒരു കപ്പലുണ്ട്, ഇതും അനങ്ങത്തില്ല. എന്താണ് ഗൈസ് ഇങ്ങനെ GTA 5 കപ്പലുകൾ എന്താ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്? മിഷൻ്റെ ടൈമിലൊക്കെ ഇവർ അനങ്ങും. നമുക്ക് ഈ കപ്പലിലോട്ട് എടുത്ത് കയറാം ഗൈസ്. ഓക്കെ, ഇവന്മാരെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രശ്നം. കയറ്റിക്കോ. ഞാൻ ഈ സൈഡിലോട്ട് പോയി നോക്കട്ടെ. ഓക്കെ, ഇവിടെ ആരും അത് ഒരുത്തം വരുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? സീനായി. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സീനാവും, അല്ലേ പിന്നെ പ്രശ്നമില്ല. അതാ പോയി അവൻ. നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് അവൻ കണ്ടത് കേട്ടോ, ഇങ്ങോട്ട് വരുന്ന അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും ഒരു സേഫ്റ്റി വേണമല്ലോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഗണ്ണും ചൂണ്ടി നിൽക്കാം. എന്തായാലും വരും, ഉറപ്പാണ്. ഒന്നുകൂടി ടോപ്പിലോട്ട് കയറാം. കാരണം മണം പിടിക്കും. ഇത്ര അടുത്തുള്ള സോംബി എന്തായാലും നമ്മൾ മണം പിടിച്ച് വരണമെങ്കിൽ വരാതിരിക്കില്ല. കുറച്ചൊന്ന് ടോപ്പിലോട്ട് കയറട്ടെ. അതാ വരുന്നുണ്ട്. ഞാൻ നേരെയുണ്ട്. ഗണ്ണുണ്ട്. ശരിയായി തരാടാ. അടിച്ചിട്ട് ഇവനാരടാ? നീ ആരാ മോനെ? നിന്റെ ചോരയെ ഞാൻ ആർമാദിക്കും. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, വീണ്ടും 6 മുട്ടായി കിട്ടി. 2 മുട്ടായി കിട്ടിയപ്പോൾ എനിക്ക് വിശപ്പ് മാറിയെങ്കിൽ 6 കഴിച്ചാൽ പിന്നെ ഒന്നും തിന്നേണ്ടി വരില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ സ്നൈപ്പറുണ്ട്. സ്നൈപ്പർ വെച്ച് പിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ അതിന് മാത്രം സമയമൊന്നുമില്ല, ഇവന്മാരെയൊക്കെ കൊല്ലാൻ മാത്രം. ഓക്കെ, സമയമില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു, സോംബികളെ.
നിങ്ങളൊക്കെ സോംബികളായ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.